ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാജി നൗഷാദിൻ്റെ കൂടെ നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ടൗണിലേക്ക് പോയിട്ടാണ് കയറുന്നത്. അങ്ങനെ നാജീനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞാൻ നാജീൻ്റെ വലിയൊരു ഫാനാണ്. ഈ മുന്നിൽ പോകുന്ന രണ്ടാളും. അപ്പം ഞങ്ങൾ മൂന്നാളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ നാജീൻ്റെ ഫാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും. പിന്നെ നാജി പറഞ്ഞു ഒരു കട്ടൻ കുടിക്കാമെന്ന്, മീൻസ് കട്ടനോ ചായ കുടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചായ കുടിക്കാറില്ല, പാൽച്ചായ തീരെ കുടിക്കാറില്ല. അങ്ങനെ ഇവർ രണ്ടാളും നാജീൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാട്ടോ. അങ്ങനെ ഞാനൊരു കട്ടനും വാങ്ങി, അവർ പാൽച്ചായയും വാങ്ങി കുടിച്ചിട്ടോ. ചായ ഞാൻ കുടിക്കാത്തതുകൊണ്ട് ഞാനൊരു കുറച്ച് കുടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ച്. കാരണം നാജീൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ ചായ വാങ്ങിയത്. എന്തായിട്ട് മമ്മൂട്ടി മോഹൻലാൽ വന്നു. ബാക്ക് അങ്ങനെയല്ല, ഇങ്ങനെ പറ്റില്ലാത്ത. അങ്ങനെ പരസ്പരം നമ്മൾ ആരും പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ ബസ് കയറുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ഫാമിലിയായി മാറിയ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പിന്റെ എനിക്ക് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഏകദേശം 25 ആൾക്കാരുണ്ടാവും. പേരെടുത്ത് പറയാൻ പറ്റില്ല. നിങ്ങളാണ് ഈ യാത്രയുടെ ഫസ്റ്റ് നമ്മളെ കൂടെ യാത്ര ചെയ്ത് വന്ന നമ്മുടെ ഫാമിലി. ഫസ്റ്റ് ട്രിപ്പിന് യാത്ര എന്താ പറയണ്ട ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. താങ്ക് യു വൺസ് അഗൈൻ. അപ്പൊ നമ്മുടെ യാത്രയുടെ നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രിയപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു യാത്ര നമ്മൾ പോകാൻ പോവാണ് തൊള്ളായിരങ്കണ്ടിയിൽ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള റൂബി ഒരു പാട്ട് പാടി നമ്മൾ ഉറക്കാൻ പോവാണ്. റൂബി പിന്നെ കൊടുവള്ളിയിൽ നിന്നൊരു 3 പേര് കയറാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം വൈറൽ പഴംപൊരി താത്താണ് കേട്ടോ. നല്ല അടിപൊളി പാട്ടോ, ഇങ്ങനെ നല്ല ജല്ലിക്കെട്ട് പാട്ടും.
അങ്ങനെ ബസ്സിലെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ബസ് ഒരു സ്ഥലത്ത് നിർത്തി. പിന്നെ ഒരു ഓഫ് റോഡിൽ ജീപ്പിൽ പോകണം. അങ്ങനെ ഓഫ് റോഡ് ജീപ്പൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ കറക്റ്റ് റിസോർട്ടിലെത്തിയിട്ടോ. വെഗൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പം നമ്മൾ റിസോർട്ടിലേക്ക് കയറി അവിടെ ബാഗൊക്കെ റൂമിൽ വെച്ചിട്ട് പിന്നെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഫുഡ് ഓൾറെഡി വയനാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ബോക്സായിട്ട് വാങ്ങിയിരുന്നു. അപ്പോൾ ഇനി വെഗൻസിൽ എത്തിയതിനും കൊണ്ട് ഇനി അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എടാ എൻ്റെ അമ്മ ഭയങ്കര വ്ളോഗറൊക്കെ അല്ലേ? ഞാനിങ്ങനെ വ്ളോഗറൊന്നുമല്ല. ഇതിൽ പലരും സ്നാക്സൊക്കെ കൊണ്ടുവന്നിരുന്നു ബസ്സിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ മറന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ നൈറ്റാണ് എടുത്തത്. പിന്നെ ഒരാൾ ഉണ്ണിയപ്പം കൊണ്ടുവന്ന്. പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടിയ ഒരു കണ്ടെയ്നർ ഫുഡ്. ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് അവിടെ. അങ്ങനെ അത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഈ പ്രകൃതി രമണീയമായ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ വയനാട്ടിലെ 900 കണ്ടിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ തൊട്ടടുത്തേക്ക് തന്നെയാണ് ട്രിപ്പ് വന്നത്. ഇത് നാജി നൗഷാദിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണെന്നാണ് പറഞ്ഞത്, അതായത് ബന്നോക്കയുടെ. പക്ഷെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മുമ്പേ കുട്ടികളെ കൊണ്ടുവരുന്നു അവൾ. പക്ഷെ അത് ഒഫീഷ്യലി ഇതാണ് ബന്നോക്കയുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് അവൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമാവാൻ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് മല കയറാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടിയും അങ്ങനെ ഇറങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു. കുറച്ച് നടക്കാനുണ്ട്. എല്ലാവരും കൂടിയായിട്ട് നടന്നപ്പം ഒന്നും നമുക്കതത്ര ബുദ്ധിമുട്ടായിട്ടോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് ഇത്താത്തക്ക് ചെറിയൊരു തലകറക്കം പോലെ ആയപ്പോൾ ആ ഇത്താത്തിനെ നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരിട്ടോ. അവരെ നല്ല കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയത്. ഇതെന്തോ ഈ കോട പിടിച്ച് കണക്ക് ഫോണിനൊക്കെ കോട പിടിച്ചിനാ മൊത്തത്തിലൊരു പുകമയം. എല്ലാരും നടക്കുക ഇങ്ങനെ ശക്തി തെളിയിക്കുക നടന്നിട്ട്. ശക്തിയോ ബുദ്ധിയോ എന്തൊക്കെ എന്തെങ്കിലും എന്തായാലും നിങ്ങളത്ര ശക്തി നമുക്കില്ല. ഇത് ശക്തിയാണോ? ഇനിയും കുറച്ച് ആൾക്കാർ വരാനുള്ളല്ലോ. ഇതിൽ നാജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു വ്യക്തിയും കുറച്ച് ഫേമസ് ആയ വ്യക്തിയും ആണെങ്കിലും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളോട് എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലാണ് നാജി എല്ലാവരോടും നിന്നിട്ടുള്ളത് കേട്ടോ. അത് അവൾക്ക് എല്ലാ വ്യക്തികളും ഒരേപോലെ, ആണോ പെണ്ണോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാ ലോകത്തിലുള്ള ആൾക്കാരും മനുഷ്യന്മാരല്ലേ. അപ്പം ആരാരെയും അവൾക്ക് പേടിയുമില്ല. അവളുടെ പ്രത്യേക ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാൻ അവൾക്കറിയാം. പിന്നെ അവളുടെ കൂടെ കൂടുന്ന എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ആ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് അങ്ങനെ നടക്കും. അതായത് നമ്മൾ ഒരാളെ കൂടെ ചേരുമ്പോൾ ആ ആളുടെ വൈബ് നമുക്ക് കിട്ടുക എന്നറിയില്ലേ, അതേപോലെയാണ് കേട്ടോ. നാജിയുടെ ഒരു സൈലൻറ്റ് വേർഷനാണ് ഹിബ. നാജിയുടെ തൊട്ടടുത്തിരിക്കുന്ന കേട്ടോ ഹിബ. അപ്പം അവളാണ് ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്തത്.
വെച്ചാൽ പൈസയോ അല്ലെങ്കിൽ നമ്മുടെ സമയമോ ഒന്നുമല്ല. നമുക്ക് ഓരോന്നും ചെയ്യാനുള്ള നമ്മളെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളെ പൈസയും നമ്മളെ സമയവും എല്ലാം എന്ന് മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, എന്തും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻട്രസ്റ്റ് പോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ഉണ്ടാവുക. അപ്പോൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് എന്നെ യാത്രയിലേക്ക് കൊണ്ടുനയിച്ചത്. ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +2 പഠിക്കുന്നവരെ ഒരു സ്കൂൾ പിക്നിക്കിലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ആ കാലത്തെ 90 കാലഘട്ടത്തിലുള്ള ഒരു 90 കിഡ്സാനാണ്. അപ്പോൾ ആ സമയത്ത് ഒരു 500 കൊടുത്ത് അയക്കാൻ പറ്റുന്ന ഫാമിലി അല്ല എൻ്റെ ഫാമിലി. എൻ്റെ ഉപ്പ ഒരു സെയിൽസ്മാനാണ്, നമ്മുടെ 3 മക്കളാണ്. ആഴ്ചയിൽ ഒരിക്കലും മാത്രം ചിക്കൻ വാങ്ങി തിന്ന ഒരു വീട്ടിലെ കുട്ടിയാണ് ഞാൻ. പിന്നെ പെരുന്നാളിൽ മാത്രം നമ്മൾ ബിരിയാണിയിൽ ഉണ്ടാക്കുക. അത്രക്കും വളരെ ലോ ലെവലിൽ താമസിച്ച അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വന്നൊരു ഫാമിലിത്തെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊരുതാനുള്ള ഒരു ശക്തി കിട്ടി. അതേസമയം അന്ന് ഉമ്മ എന്നെ ഈ പറയുന്ന എല്ലാ പിക്നിക്കിലും പോയാൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അന്ന് എവിടെ പോകാൻ പറ്റാത്ത കുട്ടിക്ക് ഓക്കെ വലുതായാലും എനിക്ക് ഇങ്ങനെ പോകണം. അങ്ങ് 10 വയസ്സിലൊരു കുട്ടി ചിന്തിക്കുകയാണ് എനിക്ക് പോകാൻ പറ്റാത്തടുത്ത് ഞാൻ വലുതായാലും പോകും. അന്നേരം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ബുദ്ധി പോലും ഇല്ല. പക്ഷെ അത് മനസ്സിലൊരു ഇൻജക്ട് ചെയ്തൊരു സാധനമാണ്. പിന്നെയാണ് 18 വയസ്സ് കല്യാണം കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോഴാണ് എനിക്ക് പറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞാലും പോവേണ്ടത് നമ്മളാണ്, നീ ചെയ്തോന്ന് പറഞ്ഞാലും ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ എൻ്റെ 80%ഉം 20% ഫ്രം ഫാമിലിയും അതാണ് എൻ്റെ യാത്ര. അല്ലാതെ 50-50 ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങളുടെ റീല് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം വരുന്ന റീൽ നിങ്ങൾക്ക് ഭയങ്കര ഇരുന്ന് കാണും. പക്ഷെ ആ റീലിൻ്റെ ബാക്കിൽ ഞാനിട്ട് എഫേർട്ട് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ലോകത്ത് ആദ്യമായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്കാവുന്ന പോലെ നിങ്ങൾ കാണിക്കാം. ഒരു 98% ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, അതിൽ 2% മാത്രമാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. എക്സ്പീരിയൻസ് ദ പേഴ്സൺ, എക്സ്പ്ലോർ ദ പ്ലേസസ് ആണ് എൻ്റെ പോളിസി. അല്ലാതെ എല്ലാവരെയും പോലെ എല്ലാം എടുത്ത് അങ്ങനെ ചവറ് പോലെ വരാൻ അത് പറ്റൂല. ഒരിക്കലും ട്രാവൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റൂല. ഞാൻ കണ്ട കാഴ്ചകൾ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങളിലേക്ക് വരുന്നത് അതിൻ്റെ ബാക്കി സാധനങ്ങളാണ്. അപ്പം ഇപ്പോഴും ഞാൻ പറയാണ്, ലൈഫിൽ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഓരോ യാത്ര മാത്രമല്ല, ഇതുപോലെ കുറച്ച് പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടും. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരേ കാലം നിൽക്കുമ്പോൾ നമുക്ക് മടുക്കും. നമ്മളെ മനസ്സ് തന്നെ വല്ലാണ്ട് എല്ലാവരോടും ദേഷ്യം വരും, നമ്മൾ വല്ലാണ്ട് പക വരും. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു മൂവ്മെന്റ് വന്ന് നോക്കിയേ, നിങ്ങളെ മനസ്സ് ഭയങ്കര മാറ്റമായിരിക്കും, നിങ്ങളെ ലൈഫ് തന്നെ മാറി മാറിക്കും. ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡ്രൈവ്. ഞങ്ങൾക്കൊന്നും ഇപ്പം അധികം വണ്ടികളില്ലാത്ത ആളുകൾ കുറവാണ്. ഒരു ഡ്രൈവ് 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്താൽ ഇത്രയും നമ്മളെ ഫ്രസ്ട്രേഷൻ കുറക്കുന്ന ഒരു സാധനം വേറെ ഇല്ല ഞാൻ പറയും. അതുകൊണ്ട് മാക്സിമം ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ നാളെ തന്നെ പോയി ക്ലാസ് ചേരാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ജീവിതത്തിലെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ സ്വന്തം ഒരു വണ്ടി ഓടിച്ച് പോയി ഒരു 10 രൂപയുടെ ചായ കുടിക്കുന്നതിലാണ് നമ്മൾ ഹാപ്പിനെസ്. അല്ലാതെ ഒരേ സ്ഥലത്ത് തന്നെ കുത്തിയിരുന്ന് ഒരേ പണി തന്നെ എടുത്ത് മരിക്കുന്നവരെ അതിൻ്റോട് ചേർന്നതുകൊണ്ടും ഒരു കാര്യമില്ല. അപ്പോൾ മാക്സിമം ട്രാവൽ ചെയ്യുക, മാക്സിമം പുതിയ പുതിയ ആളുകളെ മിങ്കിൾ ചെയ്യുക. വെഗൻസ റിസോർട്ടിൻ്റെ ടീമിനെ കുറിച്ച് പറയാതെ വയ്യ. ചെറിയ ഒരു +2 പഠിക്കുന്ന മക്കളുണ്ട് ഗൈഡായിട്ട്. അവരാണ് നമ്മളെ മല കയറാനൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്നത്. ആ മോനൊക്കെ എന്തൊരു കെയറിങ് ആണ്. ചെറിയ കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടാണ് ആ മല കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. ആ മക്കളൊക്കെ അങ്ങനെ ആ ടീം എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോരായ്മകളൊന്നുമില്ല. ഇനി പോരായ്മകളൊന്നും ഞങ്ങൾക്ക് അന്നേരം നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. കാരണം നമ്മൾ വേറെ വൈബാണ്. ഞാനൊക്കെ നാജിൻ്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പറയുന്നതിനെക്കാട്ടി നല്ലത് നാജി നമ്മളെ കൂടെ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു സുന്ദരിയാണ്, നമ്മുടെ ഒരു ഗ്രാൻഡ്മയാണ്. ആ ഓടുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. വേറെ ഒന്നിനും വേണ്ടിയല്ല, തിരിച്ച് വരാൻ വേണ്ടി മാത്രമാണ് ഓടുന്നത്. അതും ഒരു റീലെടുക്കാൻ വേണ്ടിയില്ല, പ്രഹസനം മാത്രമാണ്. അതും ആ വെഗൻസേൻ്റെ ജീപ്പിൻ്റെ മുന്നിൽ നിന്നിട്ടോ ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത്. പ്രഹസനം ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ആ റീലെടുക്കുമ്പോൾ വെറും 10 സെക്കൻഡ് 20 സെക്കൻഡ് മാത്രമാണ് കേട്ടോ കാണുക.
അങ്ങനെ 900 കണ്ടി എക്കോ പാർക്കിലേക്ക് വന്ന്, അതായത് നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് കുറച്ചൊന്ന് നടന്നാൽ മതി. അങ്ങനെ എക്കോ പാർക്കിൽ വന്ന് അവിടെ ഏകദേശം അത്യാവശ്യം അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ 11ഓളം അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അവിടെ ഒരു 250 ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ വെച്ചാൽ നമുക്ക് 11ഓളം സംഭവത്തിലൊക്കെ കയറാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ച് പേര് മാത്രം ഞങ്ങൾ അതിന് വന്ന്, കുറച്ച് പേര് റിസോർട്ടിൽ നിന്ന്, അഡ്വഞ്ചറിന് താല്പര്യമില്ലാത്ത ആൾക്കാർ റിസോർട്ടിൽ നിന്ന്. പിന്നെ എൻ്റെ കൂടെയുള്ള ഈ ലേഡീസൊക്കെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അവർ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാലൊടിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ബെഡ് റെസ്റ്റിൽ കിടന്നതൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ബാക്കോട്ട് വലിയെങ്കിൽ കൂടിയും ഇവരെ കൂടെ ആയതുകൊണ്ട് ഇവരെ എല്ലാത്തിനും പിടിച്ച് എന്നെ മുന്നിലിട്ട്, അതുകൊണ്ട് ചെയ്യുന്നുള്ള ആ ഒരു നമുക്കൊരു മോട്ടിവേഷൻ തരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുക. അങ്ങനെ അവരുടെ കൂടെ ഞാനും കൂടിയിട്ടോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല പേടിയിട്ടാണെങ്കിലും ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഇത് ഒരു ലേഡി, ഈ ലേഡി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നിന്നാണ്. ആ കാസർഗോഡിൻ്റെ ഭംഗിയൊക്കെ ആ മുഖത്തുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ആൾക്കാർ കാസർഗോഡാണ് കേട്ടോ. പക്ഷെ അതേപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള വ്യക്തി, അങ്ങനെ ഒരാളെ ഭംഗി ഞാൻ നോക്കാറില്ല. പക്ഷേ എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇവർക്ക് അത്യാവശ്യം എന്നെക്കാട്ടി എത്രയോ ഏജ് ഉണ്ട്. താങ്ക് യു ബേബി, ഇങ്ങോട്ട് നോക്കൂ, നിങ്ങളെൻ്റെ ഹീറോ ആണ് കേട്ടോ. തമ്മിലൊക്കെ അടുത്ത ഹീറോ അതാ, സൈലന്റ് കില്ലർ. ആ ഇത്തതൊക്കെ ഒരു പേരക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ആ ഒരു ഇതൊന്നും എന്താ പറയുക, ഏജ് ഇസ് എ നമ്പർ എന്ന് പറയാന്നല്ലാതെ അത് ഇവർ തെളിയിച്ച് കാണിച്ച്, ഇവരെന്നല്ല എല്ലാവരും എന്നെക്കാട്ടിയും മൂത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടി അവർക്ക് എൻ്റെ ചിന്താഗതിയേക്കാൾ ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക മോട്ടിവേഷൻ കിട്ടി, പിന്നെ കുറേ പാഠങ്ങൾ കിട്ടി, കുറേ സ്നേഹം, ഇവരുടെയൊക്കെ സ്നേഹം, നമ്മൾ പോകുന്ന സമയത്ത് ഇവരൊക്കെ ഒരു കുടുംബം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ആ രീതിക്കാണ് കേട്ടോ നമ്മളെ മനസ്സിൽ അവർ കയറിയിട്ടുള്ളത്. എല്ലാവർക്കും അതേപോലെ തന്നെയാണ്. ഹീറോയിൻ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഒരു കൈ തരൂ. ഞാൻ പോവാന്ന് നിങ്ങൾ കണ്ടോ? വീഡിയോ എടുത്തോ? ഇയാള് ഫോട്ടോ എടുക്കണേ. അവസാനം വീഴുമ്പോ ഇതല്ല പറയണേ. സത്യത്തിൽ എല്ലാവരും വിചാരിച്ചത് സ്ട്രേഞ്ചേഴ്സാണ്, അത്ര വലിയ എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ ചെറിയൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് അതിനെ പോലും ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു. കാരണം എല്ലാവരും ഒന്നൊന്ന് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരേ മൈൻഡായിട്ടുള്ള വ്യക്തികളാണെന്ന് തോന്നുന്നു. കാരണം ഒരേപോലെയുള്ള ആൾക്കാർക്ക് ഒരേപോലെ ചിന്തിക്കാനും ഒരേപോലെ വൈബിൽ നടക്കാനും ഒരേ രീതിയിൽ പെരുമാറാനും ഒക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അവിടെ ഈ ഇത്താതൊക്കെ ചെറിയൊരു തലകറക്കൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിടില്ല, എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും, ഒപ്പം കൂട്ടും എന്ന് പറഞ്ഞ മാതിരി ആ ഇത്താതിനെ നമ്മൾ പിടിച്ച് കയറ്റി. പിന്നെ ഈ ഒരു ഊഞ്ഞാലിൽ അത് കയറാൻ എനിക്ക് സത്യം പറയാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് കണ്ടെന്നല്ലാതെ സത്യം അതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് അവിടെ ലോക്കായിട്ട് പിന്നെ അവിടുന്ന് ഒറ്റ വീഴല. ആ വീണ സമയത്ത് അത് പൊട്ടി വീഴുന്ന ഒരു സൗണ്ട് പോലെ തോന്നാം. പെട്ടെന്ന് ആ ലോക്ക് ഇങ്ങനെ അഴിയുന്ന സമയത്ത് സംഭവം വീണെന്ന് വിചാരിക്കും നമ്മൾ കണ്ടാൽ. പിന്നെ ഈ പ്രഹസനം ചെറിയൊരു റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ് കേട്ടോ. അതിനെ ആ രീതിക്ക് കണ്ടാൽ മതി. സംഭവം വീഡിയോ ആണെന്നല്ല, ഫോട്ടോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞൊക്കെ സമയത്ത് ഫോട്ടോ എടുക്കുകയാണല്ലോ, കാരണം നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ 3-4 ഫോട്ടോ എടുക്കുന്ന, പക്ഷെ അത് റീലാക്കി എടുത്ത്, കാരണം അങ്ങനെ ഒരു 3-4 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം, പിന്നെ ഈ ഊഞ്ഞാല്, അതിലും നമ്മുടെ ഈ ലേഡി സൂപ്പർ സ്റ്റാർ കയറിയിട്ടുണ്ട്. ഞാൻ നാജിയുടെ ഫാനാണെങ്കിലും ഇവിടെ വന്ന സമയത്ത് ഇവരൊക്കെ ഇതിലൊരു
കൂളായിട്ട് കയറുന്ന സമയത്ത് സത്യം പറയാം ഇവർക്കൊക്കെ ഈ പ്രായത്തിൽ ഇവരിങ്ങനെ ആണെങ്കിൽ ചെറിയ പ്രായത്തിലൊക്കെ എന്തായിരിക്കും എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കാരണം നമ്മളൊരു കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒതുങ്ങി കൂടുമെന്ന് പറയുമല്ലോ. പക്ഷെ ആ ഒരു സംഭവം ഞാൻ ഇവിടെ കണ്ടിട്ടേ ഇല്ല. പ്രായം കൂടുന്തോറും ആക്റ്റീവ് ആവാവുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഏകദേശം പോകാനുള്ള ആ ഒരു വിഷമത്തിലാട്ടോ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് കുറച്ച് എവിടെ നിന്നെങ്കിലും ഒന്ന് ചവിട്ടാൻ തരും. അധിക സ്ഥലമല്ല, അധികം ഡേഞ്ചർ അല്ലാത്തടത്തു തിരിച്ചു വരുമ്പോ എനിക്ക് വണ്ടി ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് മേലോട്ട് അടിക്കണോ? മേലോട്ട് പോണോ? ഇപ്പൊ പോണല്ലോ. അല്ല ഇവിടുന്ന് മേലോട്ട് അല്ല, ഇല്ലല്ലോ, അത്ര ഡേഞ്ചർ അല്ലല്ലോ. അല്ല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വന്ന ഇന്നെ കിട്ടണ്ടേ? ഒന്നിലും ഞാനില്ല, ഞാൻ വെച്ചു സെയിം സ്ഥലത്ത് വരുന്നതാണ്. ഞാൻ ഓളാ ഫേസ് കണക്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മളെ വെഗൻസ റിസോർട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാണാനും പ്രകൃതി രമണീയമായ സംഗതികൾ മനസ്സിലാക്കാനും. പിന്നെ ഓഫ് റോഡ് വേണം കേട്ടോ. ഓഫ് റോഡ് പോയെങ്കിൽ മാത്രമേ അവിടെ എത്തുള്ളൂ. പിന്നെ അങ്ങനെ ഓഫ് റോഡൊക്കെ ഇറങ്ങി നമ്മളെ ബസ്സുള്ള സ്ഥലത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ എല്ലാവരും ബസ്സിലൊക്കെ കയറി. പക്ഷേ ബസ്സിലൊക്കെ കയറുമ്പോഴും പോവാണെന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ കൂടി പിന്നെയും നാജി ഞങ്ങളെ വൈബാക്കി. അവൾ പിന്നെയും പാട്ട് വെച്ച് എല്ലാവരെയും ഡാൻസ് കളിപ്പിച്ച് അങ്ങനെ വീണ്ടും എന്തായി, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് തിരിച്ചു പോയത്. മൂന്ന് പോകണ്ട, സെക്കൻഡിൽ അങ്ങനെ